അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെ നോക്കി നോക്കാം. സാമൂഹിക മാധ്യമം സന്തോഷം കെടുത്തും, മുന്നറിയിപ്പുമായി ലോക സന്തുഷ്ടി റിപ്പോർട്ട്. കൗമാരക്കാരുടെ സന്തോഷം തല്ലിക്കെടുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി ഇത്തവണത്തെ ലോക സന്തുഷ്ടി റിപ്പോർട്ട് വ്യാഴാഴ്ച പുറത്തിറങ്ങി. ലോകത്തെ ഏറ്റവും സന്തുഷ്ട രാജ്യമെന്ന ബഹുമതി തുടർച്ചയായും 9ാം തവണയും ഫിൻലാൻഡ് നിലനിർത്തി. അപ്പോൾ തുടർച്ചയായിട്ട് 9 വർഷം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ് കേട്ടോ. സന്തുഷ്ടി സൂചികയിലെ 147 രാജ്യങ്ങളിൽ 116ാം സ്ഥാനത്താണ് ഇന്ത്യക്കുള്ളത്. 2025 ഇത് 118 അപ്പോൾ നമ്മൾ 2 സ്ഥാനം മെച്ചപ്പെടുത്തി 116 ആയിട്ടുണ്ട്. ദിവസം 5 മണിക്കൂറിലധികം സാമൂഹിക മാധ്യമങ്ങളിൽ ചെലവിടുന്ന പെൺകുട്ടികളുടെ ജീവിതം അസന്തുഷ്ടിതമാണെന്നാണ് കണ്ടെത്തൽ. അൽഗോരിതം ഫീഡുകളും ഇൻഫ്ലുവൻസർമാരും താരതമ്യപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാരണം. അപ്പോൾ അധിക സമയമൊന്നും ഇതിൽ ഇടപെടണ്ടെന്നാണ് ഇതിൽ പറയണത്. ആവശ്യമുള്ളത് മാത്രം കൺസ്യൂം ചെയ്യുക, പിന്നെടുത്ത് അവനാൻ്റെ പണി നോക്കുക. ഇന്ന് നമ്മളെ ഗോപികൃഷ്ണൻ്റെ എഴുത്തെന്താ നോക്കി നോക്കാം. വോട്ടില്ല രാജ്യത്തെ രാജകുമാരി, അതാണ്. അപ്പോൾ അത് സംഭവം നോക്കി നോക്കുക. 2020 പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയാക്കിയ നടി ലക്ഷ്മിപ്രിയയ്ക്കും ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി നടി വീണ നായർക്കും വോട്ടില്ലെന്ന വിവരം തിരിച്ചടിയായി. അവനാണ് വോട്ടില്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണ്ടേ മത്സരിക്കാനിറങ്ങാൻ. നല്ല ടീമാണ്. അടുത്തത് ക്രൂഡ് വില കുതിക്കുന്നതാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ വാതക എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ക്രൂഡ് വില ഉയർന്നത്. അവിടെ ആക്രമണം ഉണ്ടായതാണ് ഇപ്പോൾ ഈ ഉയരുന്നത്. കൂടാതെ ആഗോള വിതരണത്തിൻ്റെ 20% കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്ക്, അതൊരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അപ്പോൾ 20% കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്ക് വഴി സുരക്ഷിതമായ ചരക്ക് നീക്കം ഉറപ്പാക്കാനാകാത്തതും ക്രൂഡ് വിലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ യുദ്ധം ഒഴിഞ്ഞു പോയാലുള്ള ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് കമ്മിയാവുക, അതൊക്കെ ഒന്ന് മനസ്സിലായിക്കോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ ക്രൂഡ് വില ഉയർന്നതോടെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ക്രൂഡ് വില ഉയർന്നതോടെ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ പണപ്പെരുപ്പം 2.7% ഉയരുമെന്നാണ് പുതുക്കിയ അനുമാനം. പണപ്പെരുപ്പം ഉയർന്നാൽ പലിശ നിരക്കും ആനുപാതികമായി ഉയരും. അപ്പോൾ സ്വർണത്തിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതോടെ ഡോളറിലും അമേരിക്കൻ ട്രഷറിയിലും നിക്ഷേപിക്കുന്നവർക്ക് ലാഭമുണ്ടാകും. അപ്പോൾ ഇക്കാരണത്താൽ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കുറയുകയും അന്താരാഷ്ട്ര വില കൂടുതൽ ഇടിയുകയും ചെയ്യും. അപ്പം സ്വർണത്തേക്ക് ഇനി ഇങ്ങനെ നിക്ഷേപം പോവില്ല. ഈ അമേരിക്കൻ്റെ ട്രഷറിക്കും ഇവിടെയൊക്കെ നിക്ഷേപിക്കുമ്പോഴാണ് അധികം പൈസ കിട്ടുക. അപ്പോൾ സ്വർണത്തിൽ എന്ത് ചെയ്യും? നിക്ഷേപം കുറയും, അന്താരാഷ്ട്രത്തിൽ കൂടുതൽ ഇടിയുകയും ചെയ്യും. കൂടാതെ ഡോളറിൻ്റെ വില ഉയർന്നത് മൂലം സ്വർണത്തിൻ്റെ ഇറക്കുമതിക്ക് ചെലവേറുകയും ആവശ്യകത കുറയുകയും ചെയ്യും. അതിനാൽ യുദ്ധം തുടരുന്നത് സ്വർണ്ണവിലയ്ക്ക് പ്രതികൂലമായി മാറുമെന്നാണ് വിപണി കണക്കാക്കുന്നത്. അപ്പോൾ സംഭവം ഇത്രയും കാലം യുദ്ധം ഉണ്ടായിട്ട് സ്വർണത്തിൽ എല്ലാവരും നിക്ഷേപിക്കുമായിരുന്നു. പക്ഷേ ഈ ക്രൂഡ് ഓയിലിൻ്റെ ടിസ്റ്റ് കാരണം അത് നേരെ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ഇനി കുറയാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു വെറൈറ്റി സാധനമാണ്. വന്ദേ ഭാരതിന് നേരെ കല്ലെറിഞ്ഞ യുവാവ് അറസ്റ്റിൽ. എന്ന് നോക്കി നോക്കാം. വന്ദേ ഭാരതിന് നേരെ കല്ലെറിഞ്ഞ കേസിൽ അങ്കമാലി പാറക്കടവ് പൂപ്പുള്ളി വീട്ടിൽ സുജിത്ത് സുരേഷിനെ ആലുവ റെയിൽവേ പോലീസ് പിടികൂടി. ഇനി കാരണം കേട്ടാലാണ് കോമഡി. പ്രണയനൈരാശ്യം മൂലമാണ് കല്ലെറിഞ്ഞതെന്ന് യുവാവ് പറഞ്ഞതായി പോലീസ് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരതിന് നേരെ 3 വട്ടം കല്ലെറിഞ്ഞു. ചില്ലുകൾ തകർത്തു. പോനക്കെ പ്രണയനൈരാശ്യം മൂലം ട്രെയിനിന് കല്ലെറിയേ, അടിപൊളി. കരിയറിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ട് ഇതിഹാസ ഫുട്ബോളർ ലയണൽ മെസ്സി. ആകെ 900 കരിയർ ഗോൾ എന്ന നേട്ടമാണ് അർജന്റീന താരം സ്വന്തമാക്കിയത്. 900 ഗോൾ നേടി മെസ്സി. 900 ഗോൾ തികച്ച പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആകെ 965 ഗോളുണ്ട്. അപ്പോൾ 1ാം സ്ഥാനത്ത് നമ്മളെ ക്രിസ്ത്യാനാണ്. വെട്ടിക്കണമെങ്കിൽ ഇനി 66 ഗോളും കൂടി വേണം. അടുത്ത നമ്മളെ തേനീച്ചേൻ്റെ വിശേഷങ്ങളാണ്. ഭയങ്കര എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കി നോക്കാം. കഠിനാധ്വാനത്തിൻ്റെ മികച്ച മാതൃകയാണ് തേനീച്ചകൾ. ഇവ കോളനികളായി താമസിക്കുന്നു. ഒരു കൂട്ടിൽ റാണിയും ആണീച്ചകളും മടിയന്മാർ അഥവാ ഡ്രോൺസ്, വേലക്കാരികളായ പെണ്ണീച്ചകളും കാണും. നൃത്തഭാഷയിലാണ് തേനീച്ചകൾ ആശയവിനിമയം നടത്തുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോ. അപ്പോൾ അതിങ്ങനെ നൃത്തം ചെയ്യും. ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഇടും, എന്നിട്ടാണ് ആശയവിനിമയം നടത്തുന്നവർ. പിന്നെ വേലക്കാരിയുടെ ഉദരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകുകൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത്. അപ്പോൾ വയറ്റിലുള്ള മെഴുകുകൊണ്ടാണ് ഈ സാധനം വീടുണ്ടാക്കുന്നത്. 6 വശമുള്ള ഷഡ്ഭുജം
അറകൾ ചേർത്ത് വെച്ച കൂടുകൾ തേനീച്ചയുടെ എഞ്ചിനീയറിംഗ് വൈദ്യുതി തെളിയിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നോക്കി നോക്കാം. ഷഡ്ഭുജം ഉണ്ടാക്കണം എന്തുകൊണ്ടാണെന്ന് നോക്കി നോക്കാമല്ലോ. ജാമിതീയ രൂപങ്ങളിൽ ഷഡ്ഭുജവും ചതുരവും ത്രികോണവും ഒഴിച്ച് മറ്റേത് രൂപം ചേർത്ത് വെച്ച് കഴിഞ്ഞാലും അവയ്ക്കിടയിൽ ഉപയോഗശൂന്യമായ സ്ഥലം കാണും. ഷഡ്ഭുജത്തിനാണ് ഉള്ളിൽ കൂടുതൽ സ്ഥലം കിട്ടുക. നോക്കണേ കുഞ്ഞന്മാരുടെ ബുദ്ധി. സംഭവം അതാണത്. ഷഡ്ഭുജത്തിന് എന്ത് ചെയ്യും? കൂടുതൽ സ്ഥലം കിട്ടും. അപ്പോൾ അവർ ആ ആകൃതിയിൽ വീടുണ്ടാക്കും. അടിപൊളി.